2023 വിടവാങ്ങുകയാണ്. ഇനി വരാനുള്ളത് 2024. ഓരോ വർഷവും പ്രതീക്ഷയുടേതാണ്. എന്നാൽ പശ്ചിമേഷ്യ നിന്നു കത്തുമ്പോൾ, ലോകം നിസ്സംഗതയോടെ അതിനെ നോക്കി നിൽക്കുമ്പോൾ ആ പ്രതീക്ഷകൾക്ക്, പ്രത്യാശകൾക്ക് എത്ര പ്രസക്തിയുണ്ട്? പുതുവർഷത്തെ കാത്തിരിക്കുകയാണ് ലോകം. ഒരാണ്ടിൻ്റെ അറുതിയും മറ്റൊന്നിൻ്റെ തുടക്കവും. കരിമരുന്ന് പ്രയോഗവും ലേസർ വെളിച്ചക്കീറുകളും ഒരുക്കി നഗരങ്ങൾ 2024 വരവേൽക്കുകയാണ്. എല്ലാം മറന്ന് നല്ലതിനെ കാത്തിരിക്കുന്ന ജനസഞ്ചയം. പക്ഷെ ഉള്ളിൽ ആളുന്ന തീയും പങ്കപ്പാടുകളുമാണ് പശ്ചിമേഷ്യക്ക് വിധിച്ചത്. എങ്ങും കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും വിറയാർന്ന വിലാപങ്ങൾ മാത്രം. ഒരു രാജ്യത്തെ 24 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് മേൽ ഇസ്രയേൽ നടത്തിവരുന്ന അധിനിവേശത്തിനെതിരെ ലോകം മഹാമൗനത്തിൽ ആണ്ടുപോയ ഒരു വർഷമാണ് 2023 എന്ന് വരുംകാലത്തെ ചരിത്ര പഠിതാക്കൾ രേഖപ്പെടുത്തുന്നു. 7700ഓളം കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ ഈ ലോകത്ത് മുഴുവൻ നക്ഷത്രങ്ങളായി ചുറ്റി സഞ്ചരിച്ച് ഞങ്ങൾ മരണത്തിനിരയായപ്പോൾ ഈ ലോകം മൗനത്തിലാണ്ടുപോയ ഒരു വർഷമാണ് 2023 എന്ന് ലോകത്തിൻ്റെ അവസാന നാൾ വരെ അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ ഒരു സങ്കടക്കടൽ നിന്നുകൊണ്ടാണ് 2023 നമ്മൾ വിട പറയുന്നത്. സ്വാഭാവികമായും ലോകത്തിൽ ഒരുപാട് നന്മകളും കണ്ടുപിടുത്തങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊന്നും മറച്ചു പിടിച്ചുകൊണ്ടല്ല ഈ ദുരന്തത്തെക്കുറിച്ചുള്ള ഓർമ്മ ഈ വർഷാവസാനത്തിൽ നമ്മൾ പുതുക്കുന്നത്. പക്ഷേ ആയിരക്കണക്കിന് സന്തോഷങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴും അവിടെ ഒരു ദുഃഖമുണ്ടെങ്കിൽ ആ ദുഃഖത്തെ കാണാതെ നമുക്ക് സന്തോഷത്തെ പങ്കിടാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം കൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. നിരത്തിക്കിടത്തിയ കഫൻ പുടവകളുടെ കണ്ണീർ ചിത്രം. ഗസയിൽ അക്കങ്ങൾക്കും ഇപ്പോൾ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. 22,000 മനുഷ്യരുടെ ഓർമ്മകളാണ് യുദ്ധത്തിന്റെ 84 ദിനങ്ങൾ. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ സംസ്കാരം പോലും കിട്ടാതെ പോയ 8,000 മനുഷ്യർ വേറെയും. അരുത് എന്ന് ആരും പറയാനില്ലാത്ത ഒരു ലോകക്രമം. അവിടെ ഏറ്റവും കൂടുതൽ ഇരകളാകുന്നത് കുട്ടികളാണ്, സ്ത്രീകളാണ്, വൃദ്ധരാണ്. ആധുനിക രാഷ്ട്രസങ്കല്പങ്ങളെക്കുറിച്ചും പരിഷ്കൃത സംവിധാനങ്ങളെക്കുറിച്ചും ഊറ്റം കൊള്ളുന്നത് നമുക്ക് തുടരാം. മരിച്ചവരും പരിക്കേറ്റവരും ജീവിതം ചീന്തിയെറിയപ്പെട്ടവരും അകലെ ഗസയിലാണല്ലോ എന്നും സമാധാനിക്കാം. മനുഷ്യൻ എന്ന സാമൂഹ്യ ജീവി ലോകത്തിലെമ്പാടും നടക്കുന്ന രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളോടുള്ള അവൻ്റെ നിലപാടുകൾ വ്യക്തമാകുമ്പോൾ അങ്ങനെ സംസാരിക്കുന്ന മനുഷ്യൻ ഏതു പക്ഷത്താണ് എന്ന് തുറന്നു പറയേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത്. കാരണം ലോകമെമ്പാടും വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശക്തിയിൽ അമർന്നു പോകുമ്പോൾ ഞാൻ പാവപ്പെട്ടവർക്ക് ഒപ്പമാണ്, ഞാൻ ജനാധിപത്യ സോഷ്യലിസ്റ്റ് മതേതര സമൂഹത്തിനൊപ്പമാണ് എന്ന് പറയാനുള്ള ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഈ കാലത്തെ മനുഷ്യർക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ലോകത്തിൽ 2023 ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചന്ദ്രയാനിൽ നടത്തിയ ആ ശാസ്ത്രീയപരമായ മുന്നേറ്റം അത് ലോകം എമ്പാടും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് ആ സമയത്ത് കാണിച്ചിട്ടുള്ള ബഹുമാനം നാം അറിയുന്നതാണ്. ഒപ്പം തന്നെ അറബ് ലോകത്തു നിന്നുകൊണ്ട് UAE നടത്തിയിട്ടുള്ള ബഹിരാകാശ യാത്രയും ചരിത്രത്തിൽ ഇടം പിടിച്ചതാണ്. ഇങ്ങനെ ലോകത്തിൽ പലയിടത്തും ഈ രീതിയിലുള്ള ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മുന്നേറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും പലസ്തീനെ പോലെയുള്ള മനുഷ്യരുടെ ഈ വിലാപങ്ങൾ നമുക്ക് കേൾക്കാതിരിക്കാൻ കഴിയില്ല. സ്വാസ്ഥ്യവും സമാധാനവും മേഖലയിൽ ഉണ്ടാകരുതെന്നുറപ്പിക്കുന്ന പലരും കൂട്ടത്തിലുണ്ട്. ആയുധ ഇടപാടുകളുടെ വിപണിയിൽ മാത്രമാണ് അവർക്കൊക്കെ താല്പര്യം. അവിടെ മനുഷ്യർക്കും മാനവിക മൂല്യങ്ങൾക്കും എന്തു വില? അകൽച്ചയുടെ മതിലുകൾ തകർത്തെറിയാൻ യാഥാർത്ഥ്യബോധത്തോടെ ഉണർന്നു പ്രവർത്തിക്കുകയായിരുന്നു ഗൾഫ് മേഖല. ഐക്യത്തിന്റെ പുതിയ പാതകൾക്ക് രൂപം നൽകി ഇറാനും സൗദി അറേബ്യയും ബീജിംഗിൽ കൈകൊടുത്തു. ഹൂത്തികളുമായുള്ള യുദ്ധത്തിൽ നിന്ന് സൗദി അറേബ്യ പിൻവാങ്ങി. റഷ്യയും ചൈനയുമായി ഗൾഫ് കൂടുതൽ അടുത്തു. ആ നല്ല ചുവടുവെപ്പുകൾ കൂടിയാണ് ഇപ്പോൾ യുദ്ധഭീതി കെടുത്തിക്കളഞ്ഞിരിക്കുന്നത്.
ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷം 2023 സമവായത്തിൻ്റെയും അതുപോലെ തന്നെ ചെറിയ തർക്കങ്ങൾ പോലും സംഘർഷങ്ങളൊക്കെ അവസാനിപ്പിക്കുന്ന നല്ല കാഴ്ചകളുടെ ഒരു വർഷമായിരുന്നു 2023. ഇറാനും സൗദിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിക്കപ്പെട്ടതും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾക്കിടയിലുണ്ടായിരുന്ന ചെറിയ പടലപ്പിണക്കങ്ങൾ പോലും പരിഹരിച്ച് നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചതൊക്കെ 2023 അപ്പോൾ പ്രത്യേകിച്ച് ഖത്തർ ലോകകപ്പിന് ശേഷം UAE COP28 ആതിഥ്യമരുളിയ സന്ദർഭത്തിൽ ഇവിടുത്തെ രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. അവസാനമായിട്ട് ഗസ യുദ്ധത്തിൽ പോലും കഴിഞ്ഞ GCC ഉച്ചകോടിയിൽ ഇവിടെയുള്ള എല്ലാ രാഷ്ട്ര നേതാക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഗസയിൽ വെടിനിർത്തലിനും അതുപോലെ തന്നെ മാനുഷിക സഹായം എത്തിക്കുന്നതിനുമൊക്കെയുള്ള ആവശ്യപ്പെടലിൽ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച കാണാൻ പറ്റി. ഗൾഫിന്റെ മാത്രം പ്രശ്നമല്ല ഇത്. വലിയ പ്രതീക്ഷകൾ അട്ടിമറിച്ചുകൊണ്ട് നിഷേധ പ്രവണതകൾ കരുത്താർജിക്കുകയാണ്. അപരവൽക്കരണവും സംഘർഷവും സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ്. ലോകത്തുടനീളം മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ ധാരകളെ അപ്രസക്തമാക്കി വലതുപക്ഷവൽക്കരണം പ്രാമുഖ്യം നേടുന്നതും നാം കാണുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2023 അതിസങ്കീർണമായ രാഷ്ട്രീയ സമസ്യകളുടെ രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഒരു വർഷമായിരുന്നു. പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ പുതിയ വന്ന വലതുപക്ഷ ഗവൺമെൻറ്റുകൾ, അതിൻ്റെ പുതിയ വലതുപക്ഷ ഫാസിസ്റ്റ് സ്വഭാവമുള്ള നേതാക്കന്മാർ, ഇവരൊക്കെ ഉയർത്തുന്ന ഒരു വലിയ വലതുപക്ഷ വൽക്കരണം ലോകക്രമത്തെ തന്നെ മാറ്റാൻ പോകുന്നു എന്ന് നമ്മളൊക്കെ ഭയപ്പെടുകയാണ്. അർജൻറ്റീനയിൽ ഈയിടെ നടന്ന ഇലക്ഷനിൽ അവിടെ വിജയിച്ച പുതിയ പ്രസിഡന്റ് ജാവിയർ മിലാനെ പോലെയുള്ള തീവ്ര വലതുപക്ഷ നേതാക്കൾ പച്ചയായി ഇസ്രായേൽ സയനിസത്തെ പിന്തുണക്കുന്ന ഇതം പര്യന്തമുള്ള അർജൻറ്റീനയുടെ വിദേശ നയത്തിനെതിരായിക്കൊണ്ട് ഈ ജാവിയർ മിലാനെ പോലെ, പ്രത്യേകിച്ച് മറ്റൊരാൾ നമ്മുടെ നെതർലാൻഡ്സിൽ വരുന്ന പുതിയ ഫ്രീഡം പാർട്ടിയുടെ നേതാവായിട്ടുള്ള ജീറ്റ് വിൽഡേഴ്സിനെ പോലുള്ള നേതാക്കന്മാർ, ഇവരൊക്കെ ഒരു യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും വലിയ ഒരു വലതുപക്ഷ രാഷ്ട്രീയ കോക്കസ് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ എതിരിടുന്ന തരത്തിൽ സോഷ്യലിസ്റ്റ് ചേരിക്ക് വന്നിട്ടുള്ള അപജയം, അല്ലെങ്കിൽ ഇടതുപക്ഷ ചേരിയെന്നോ സോഷ്യലിസ്റ്റ് ചേരിയോ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ രാഷ്ട്രീയ ചേരിക്ക് വന്നിട്ടുള്ള അപജയം ലോകത്തെ തന്നെ വലിയൊരു വലതുപക്ഷ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഒരു ഭരണ വ്യവസ്ഥയിലേക്ക് പോകുമെന്നൊക്കെ നമ്മൾ വല്ലാതെ ഭയപ്പെടുകയാണ്. നമ്മുടെ മധ്യപൗരസ്ത്യ ദേശത്ത് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഭയാനകമായിട്ടുള്ള മനുഷ്യക്കുരുതി, ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് 20,000-ഓളം മനുഷ്യർ മരിച്ച ആ ഇസ്രായേലിൻ്റെ അധിനിവേശത്തെ, വംശഹത്യയെ ഇവരെല്ലാവരും പച്ചയായി പിന്തുണക്കുകയാണ്. അതിൽ മനുഷ്യരെല്ലാം ആ രാജ്യങ്ങളിലുള്ള ഒട്ടുമിക്ക മനുഷ്യരെല്ലാം ഫലസ്തീനിലെ വിമോചന പോരാട്ടത്തും ഫലസ്തീനിനോട് കാണിക്കുന്ന വംശഹത്യക്കെതിരെ അണിനിരക്കുമ്പോൾ തന്നെയും ഭരണകൂടങ്ങൾ ഒന്നായിക്കൊണ്ട് ഇസ്രായേലിനെ, ജൂത ലോബിയെ പിന്തുണക്കുന്ന തരത്തിലേക്കൊരു രാഷ്ട്രീയ ഒരു രൂപഭടമാണ് 2023 നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. UN പോലുള്ള വേദികളുടെ ദൗർബല്യം കൂടിയാണ് സംഘർഷവേളയിൽ നാം തിരിച്ചറിയുന്നത്. വീറ്റോ അധികാരത്തിന്റെ മറവിൽ വൻശക്തി രാജ്യങ്ങൾ കവർന്നെടുക്കുന്നത് പതിത വിഭാഗങ്ങളുടെ ജീവിതവും സ്വപ്നങ്ങളും മാത്രമല്ല, ആത്മാഭിമാനം കൂടിയാണ്. ചെറുത്തുനിൽപ്പിലൂടെ കൊച്ചു കൊച്ചു സംഘങ്ങൾ ലോകത്തിന് നൽകുന്ന പ്രത്യാശകൾ പക്ഷേ നാം കാണാതെ പോകരുത്. എല്ലാം നിരാശയുടേതല്ല. ചില നല്ല പ്രതീക്ഷകൾ അങ്ങിങ്ങായി ഇനിയും ബാക്കി നിൽപ്പുണ്ട്. 2024 എല്ലാം ഇങ്ങനെ തന്നെ ആകണം എന്നില്ല. മാറുന്ന പശ്ചിമേഷ്യ പുതിയ സമവാക്യങ്ങളും ബദലുകളും തേടുകയാണ്. സാമ്പത്തിക നിക്ഷേപ മേഖലകൾക്കപ്പുറം ബഹിരാകാശ ഗവേഷണ സാധ്യതകളിലേക്ക് വരെ തുറന്നുവെച്ച കണ്ണുമായാണ് ഗൾഫ് ഉൾപ്പെടെ പശ്ചിമേഷ്യ നീങ്ങുന്നതും. കായിക മേഖലയാണെങ്കിലും സാംസ്കാരിക മേഖലയാണെങ്കിലും അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയാണെങ്കിലും ഒക്കെ ധാരാളം പുതിയ പദ്ധതികളും പുതിയ മുന്നേറ്റങ്ങൾക്കുമൊക്കെ, പ്രത്യേകിച്ച് UAE, സൗദി, ഖത്തർ ഒക്കെ പോലെയുള്ള രാജ്യങ്ങളൊക്കെ വലിയ മുന്നേറ്റങ്ങൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ വലിയ പ്രതീക്ഷ, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ വലിയ വെല്ലുവിളികളൊന്നും ഇല്ലാത്ത, ആശങ്കയൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് 2024 പ്രവേശിക്കുന്നത്. അതൊക്കെ ഉള്ളതോടൊപ്പം തന്നെയും, ഈ പ്രതീക്ഷയുടെ സാഹചര്യം ഉള്ളതോടൊപ്പം തന്നെയും
ഗസയിൽ നടക്കുന്ന ഈ ക്രൂരമായ വംശഹത്യ, ഇസ്രയേലിൻ്റെ അതിക്രമം, അത് തീർച്ചയായും ഈ മേഖലയിലൊക്കെ പ്രതീക്ഷയോടൊപ്പം തന്നെ അത് വലിയ രീതിയിലുള്ള ആശങ്കകൾ വിതക്കുന്നു എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം. ഇപ്പോൾ 2024 തീർച്ചയായും ഈ മേഖല ഒന്നാകെ ഈ ഒരു ഗസ യുദ്ധത്തിൻ്റെ പ്രതിഫലനങ്ങൾ കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സാഹചര്യമായിരിക്കും, ഒരു രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക സാഹചര്യമായിരിക്കും രൂപപ്പെടുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2024 ഈ പോരാളികളുടെ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഗവൺമെൻറ്റുകൾക്കുള്ളിലുള്ള പോരാളികളുടെ വിജയത്തിൻ്റെ ഒരു വർഷമാകുമെന്ന്. ആ വിജയം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഫലസ്തീനിലെ മനുഷ്യർക്ക് ആശ്വാസം കിട്ടുകയും ഫലസ്തീൻ വിമോചിക്കപ്പെടുകയും ചെയ്യുകയുള്ളൂ. ഫലസ്തീൻ വിമോചിപ്പിക്കപ്പെടുക എന്നുള്ളത് ഫലസ്തീനിന് പൂർണ്ണമായി ദുരാഷ്ട്ര പോളിസി ആയാലും അല്ലെങ്കിൽ ഫലസ്തീനിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ UN അടക്കമുള്ള ഈ പറയുന്ന ഇസ്രായേൽ പക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രങ്ങളൊക്കെ തന്നെ അതിനെ അംഗീകരിക്കുന്നില്ല. അത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ട് വരണമെങ്കിൽ ഫലസ്തീനികൾക്ക് അന്തിമ വിജയം ഇപ്പോൾ നടക്കുന്ന മധ്യപൗരസ്ത്യ ദേശത്ത് ഇസ്രായേലുമായിട്ടുള്ള ആ യുദ്ധത്തിൽ ഉണ്ടായേ മതിയാകും. ആ ഉണ്ടാകുന്നതോട് കൂടിയിട്ട് മധ്യപൗരസ്ത്യ ദേശത്തെ രാഷ്ട്രീയ ഭൂമിക തന്നെ മാറും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പൊരുതുന്ന ജനതകളെ എത്ര കാലം വരിഞ്ഞുമുറുക്കാൻ വൻശക്തി രാഷ്ട്രങ്ങൾ നൽകുന്ന ആയുധ പിന്തുണയിലൂടെ സാധിക്കും? യുദ്ധോത്സുകത, വലതുപക്ഷവാദം, വർഗീയത, പുതിയ കാലം, പുതിയ വർഷം അതിനെ നേരിടുന്നതിൽ എത്രമാത്രം വിജയിക്കും? എല്ലാ ആണ്ടുകളും നിങ്ങൾ കരുതുന്നത് പോലെ തന്നെ വന്നു പോകണം എന്നില്ല. ചരിത്രം അങ്ങനെയാണ്. ചില ഘട്ടങ്ങളിലെങ്കിലും ജനതയുടെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങൾക്ക് അടിത്തറ പാകാൻ 2024 സാധിക്കുമോ? മനുഷ്യരിൽ പ്രതീക്ഷയുണർത്തുന്ന ഒരു കാലം വരാതിരിക്കില്ല. ഈ പുതുവർഷം അതിന് നിമിത്തമാകുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാം. ഒട്ടും പ്രതീക്ഷ കൈവിടാതെ തന്നെ.